പിതാവ് പറഞ്ഞ പോലെ ഒരു 6-7 ദിവസം മുമ്പ് എന്നെ പിതാവ് വിളിച്ചു, CBCI വിളിച്ചു. ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞു. ഒരു 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 റിക്വസ്റ്റ് ഞങ്ങളുടെ അടുത്ത് എത്തി. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അതിനെ പരിഹരിക്കാനും ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിതാവ് പറഞ്ഞ പോലെ മിഞ്ഞാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നു, ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ MPസിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒരു 2 വാക്ക് പറയും. എന്താണ് അവിടെ നടന്നത്? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് എല്ലാം കുറച്ചൊരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സാണ്. ഈ കൺവേർഷനും ഈ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് ഒരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സാണ്. അവിടെ ഛത്തീസ്ഗഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, 1967 അവിടെ പാസ് ചെയ്തൊരു ബില്ലുണ്ട്, ആൻറ്റി കൺവേർഷൻ ബിൽ. അത് BJP വരുന്ന മുമ്പ്, BJP 1980 ഫോം ചെയ്തത്. അതൊരു പഴയ ബില്ലാണ്. അവിടെ അതൊരു നിയമമാണ്. അത് നിയമം പാലിക്കണം എന്നാണ് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ആഗ്രഹം, അവരുടെ ഒരു റിക്വയർമെൻറ്റ്. അതുകൊണ്ട് പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവിടുന്ന് പോകുന്ന കുട്ടികളോ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിൽ പോവുകയാണെങ്കിലും അവർ ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. അത് കുറച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നടന്നില്ല. അതുകൊണ്ടാണ് പോലീസ് ചെയ്തത്. ഇനി വരാൻ പോകുന്നത് ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർക്ക് ജാമ്യം നൽകുക. അത് ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ ആ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ മിഞ്ഞാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും. ഞാനൊരു എന്നോട് ടൈം ലൈൻ ഒന്നും ചോദിക്കരുത്. കാരണം നമ്മൾ മിഞ്ഞാന്ന് കണ്ടതാണ്, ഒരു ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻസ് കോർട്ടിൽ പുറത്ത് ഈ ക്രൗഡെല്ലാം കണ്ടിട്ട് ജഡ്ജ് തന്നെ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പോൾ ഇത് ഒരു സെൻസിറ്റീവ് മാറ്ററാണെന്ന് ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു, മിഞ്ഞാന്നും പറഞ്ഞു. ഇതിനെ രാഷ്ട്രീയ നാടകമായിട്ട് മാറ്റരുത്. ചിലർ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്, ജയിലിൻ്റെ മുമ്പ് പോയി നാടകം ചെയ്യുക. ഇതൊന്നും ഒരു ആവശ്യമില്ല. കന്യാസ്ത്രീമാരുടെ വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ഒരു നീതി, ഒരു നിയമപര ഒരു പ്രോസസ്സ് ഉണ്ട്. അത് നടക്കണം. അതിനെ കോംപ്രമൈസ് ചെയ്തതാണ് ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് അഭ്യർത്ഥിച്ചത്. അത് മറ്റൊരു കേൾക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ കഴിയട്ടെ. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിതാവിന് ഞാൻ ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലല്ല, അത് പോലീസാണല്ലോ അറസ്റ്റ് ചെയ്തത്, ബജ്രംഗ് ദൾ അല്ലല്ലോ അറസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ഇവിടെയും 2022 തൃശ്ശൂരിൽ നമ്മൾ ട്രാഫിക്കിങ്ങിൽ കേസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതൊരു പുതിയൊരു സംവിധാനമൊന്നുമല്ല, പുതിയൊരു എഫർട്ടൊന്നുമല്ല. അവിടെ നീതിയുണ്ട്. നീതി നിയമങ്ങൾ അവിടെ നടപ്പിലാക്കണം, നിയമങ്ങൾ പാലിക്കണം. അവരുടെ റിക്വയർമെൻറ്റ്. അതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലേ, അതാണ് ആഗ്രഹം. അവർ നിർബന്ധിക്കുന്നു. പോലീസ് അവരോട് ചോദിച്ചപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഈ പോർട്ടലിൽ ഇല്ല എന്ന് കണ്ടപ്പോൾ അവർ ഒരു കേസ് ഫയൽ ചെയ്തു, ഒരു നോൺ ബെയിലബിൾ കേസ് ഫയൽ ചെയ്തു. അത് അല്ല ഇതിൻ്റെ ഞാനേ പോലീസിൻ്റെ നോക്ക് ഇത് അല്ലല്ല ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇതെല്ലാം ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർ മുമ്പോട്ട് വയ്ക്കും, അവരുടെ ലോയേഴ്സ് മുമ്പോട്ട് വയ്ക്കും. നമ്മുടെ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, സംസ്ഥാന സർക്കാർ ഉറപ്പ് തന്നിട്ടുണ്ട്, ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉറപ്പ് തന്നിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ അവർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല.
പോലീസ് ഒപ്പോസ് ചെയ്യില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, മനസ്സിലാക്കണം. പാലിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെഷൻ കോർട്ടിൽ അപ്പീൽ പോയപ്പോൾ ആ സെഷൻസ് കോർട്ടിൽ ഒരു ചർച്ചയും നടന്നില്ല. സെഷൻസ് കോർട്ടിൻ്റെ പുറത്ത് ഒരു മോബ് കളക്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു എക്സ്പെർട്ടൊന്നുമല്ല, ജഡ്ജ് പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ജുറിസ്ഡിക്ഷൻ ഇല്ല, മറ്റൊരു കോർട്ടിൽ പോകണം. അതുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ആ അപ്പീലിൻ്റെ ഹിയറിംഗ് ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്നോട് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ പോയി ചെയ്ത നാടകം, ജയിലിൻ്റെ മുമ്പിൽ പോയി ചെയ്ത നാടകം മറ്റൊരു പാർട്ടീനെ ഇൻസൈറ്റ് ചെയ്തിട്ട് അവർ ഒരു കോൺഫ്രണ്ടേഷനിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ജഡ്ജ് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജുറിസ്ഡിക്ഷൻ ഇല്ല, മറ്റൊരു കോർട്ടിൽ പോകണം. രാജീവ്, ഒറ്റ ചോദ്യം. അതായത് ഈ 3 പേരും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ കൺവേർഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ട്രാഫിക്കിംഗ് വെച്ച് കേസ് എടുത്തത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ അവിടെ ജോലിക്ക് പോകുന്ന ആളുകളെ ഇതേപോലെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിയമപരമായ തടസ്സങ്ങളില്ലെങ്കിൽ ഇന്ന് തന്നെ മോചനം സാധ്യമായേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹമാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.